എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സോമനാണെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരത്ത് അവിടെ വെച്ചിട്ട് നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റില്ലേ അവനെ കാണുന്നതാണ്. ഇവനെ കാണുന്നത് നമ്മളുടെ സോമൻ പറയും നിന്റെ അവസാനമാണ് എന്ന്. എന്നാൽ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ സോമനാണെങ്കിൽ ഭയങ്കര വീക്കായിരുന്നു. അവരുടെ ആ ഒരു ടെറിട്ടറി ഇല്ലേ അതാണെങ്കിൽ അവിടെ ഫോം ആയിട്ടേ ഇല്ല. എന്നാൽ നമ്മുടെ ഈവിൾ സ്പിരിറ്റ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവൻ നമ്മളുടെ സോമനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കും. സോമനാണെങ്കിൽ മാക്സിമം അവിടെ വന്ന ടെറിട്ടറിയിലായിട്ട് ഈ ഈവിൾ സ്പിരിറ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനാണെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോമന് നല്ലതുപോലെ ഇടിയൊക്കെ കിട്ടും. ഇവിടെ നമ്മുടെ സോമന്റെ അവസ്ഥ ഭയങ്കര മോശമായിട്ടുണ്ടായിരുന്നു. വീഗൻ ആയിരുന്നാലും അതിന്റെ എല്ലാ സിംറ്റംസും കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സോമൻ ഇപ്പോൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വീഗന്റെ ലൈഫും അതിനകത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. അവരും അവിടെ ബോധം കെട്ടി വീഴുന്നത് പോലെയൊക്കെ വരും. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള അൺകാനി കൗണ്ടേഴ്സ് ആണെങ്കിൽ നമ്മുടെ മിസ്സസ് ചായയുടെ അടുത്തും ഹനയുടെ മോട്ടാക്കിന്റെ അടുത്തൊക്കെ കാര്യം പറയും. അവർ വേഗം തന്നെ നമ്മുടെ സോമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും. അവന്റെ അവസ്ഥ നല്ല മോശമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവും. അവനവിടെ നിൽക്കാനേ റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അൺകാനി കൗണ്ടേഴ്സ് എല്ലാവരോട് ചേർന്നിട്ട് സോമനെ എടുത്തുകൊണ്ട് അവരുടെ ആ ഒരു ടെറിട്ടറിയിലെ ആ ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സോമന്റെ അവസ്ഥ ഇപ്പോൾ നല്ല മോശമായതുകൊണ്ട് തന്നെ അവനെ ചികിത്സിച്ച് നേരെയാക്കണമെങ്കിൽ ഒരുപാട് പവേഴ്സിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ മിസ്സസ് ചായ ആയിരുന്നാലും അവരുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവനെ നല്ലതുപോലെ ഹീൽ ചെയ്യും. എന്നാൽ ഹീൽ ചെയ്യുന്ന ടൈമിൽ മിസ്സസ് ചായയുടെ ഹെയർ ഇല്ലേ അതെല്ലാം നല്ലതുപോലെ ഗ്രേ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹാനയ്ക്കും മോട്ടാക്കിനും ഒരു കാര്യം മനസ്സിലാവും. മിസ്സസ് ചായ ആരെയൊക്കെ ഹീൽ ചെയ്യുന്നോ ആ സമയത്തെല്ലാം മിസ്സസ് ചായയുടെ ലൈഫിൽ നിന്ന് അവരുടെ ആയുസാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ സോമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം മിസ്സസ് ചായ അവരുടെ ഒരു വർഷത്തെ ആയുസാണ് ത്യാഗം ചെയ്തത്. ഇതറിയുന്നതും എല്ലാവർക്കും ഭയങ്കര സങ്കടമാവും. നമ്മുടെ സോമനായിരുന്നാലും കുറച്ച് സമയം കഴിയുന്നതും ബോധം വരും. അവൻ വേഗം തന്നെ മിസ്സസ് ചായനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും ഇത്തവണയും എനിക്ക് എൻ്റെ ഇമോഷൻസിൽ കൺട്രോൾ വയ്ക്കാൻ പറ്റിയില്ല എന്ന്. എന്നാൽ നമ്മളുടെ മിസ്സസ് ചായ ആണെങ്കിൽ അവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. പോട്ട് മോനെ സാരമില്ല എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരെല്ലാവരും നമ്മളുടെ ആ നൂഡിൽ ഷോപ്പിലായിട്ട് വരുന്നതാണ്. അവരവരുടെ ഡേ ടു ഡേ ലൈഫിലോട്ട് കയറും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഗനും ടീമും കൂടി ചേർന്നിട്ട് ഇവരെ എല്ലാവരെയും ഹെവനിലുള്ള ഇന്നെന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ അവിടെയായിട്ട് വിളിച്ചു വരുത്തും. അവിടെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളുടെ വീഗനാണെങ്കിൽ ഒരു കാര്യം അനൗൺസ് ചെയ്യും. അതായത് നമ്മളുടെ സോമുനെ ആണെങ്കിൽ അൺകാനി കൗണ്ടർ എന്നുള്ള ആ ഒരു പോസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. അവനെ ടെർമിനേറ്റ് ആക്കുക എന്ന്. എന്താന്ന് വെച്ചാൽ അവനവൻ്റെ ഇമോഷൻസിനെ ഒട്ടും കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല. ഇവിടെ നമ്മളുടെ മിസ്സസ് ചായയും ഹനയും മോട്ടാക്കും ഒക്കെ ഇവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മുടെ സോമിന് ഒരു തവണയും കൂടി ഒരു അവസരം കൊടുക്കണം, അവൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ വിഗനും ടീമും ഇതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവർ പറയും ഇവൻ ഒരുപാട് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവൻ ഇനിയൊരു ചാൻസ് ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ഹനയും മോട്ടാക്കും എല്ലാവരും ഭയങ്കര നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം ഇവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. വീഗൻ പറയുന്നത് തന്നെ ഇവൻ്റെ മെമ്മറീസ് എല്ലാം എറേസ് ചെയ്തിട്ട് ഇവനെ ഇവൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കണം എന്നാണ്. അവസാനം എല്ലാവരും അത് പറഞ്ഞതുപോലെ തന്നെ കേൾക്കും. നമ്മളുടെ സോമനെ അവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവരെല്ലാവരും തിരിച്ചു വരും. അടുത്ത ദിവസം നൂഡിൽ ഷോപ്പിൽ എല്ലാവരും നമ്മുടെ സോമനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സങ്കടവും ഉണ്ട്. എന്നാൽ ഇവിടെയാണെങ്കിൽ നമ്മളുടെ സോമൻ എല്ലാം മറന്നതുപോലെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മോട്ടാക്കിന് ഒരു കാര്യം മനസ്സിലാവും. അതായത് നമ്മളുടെ സോമനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ടൊന്നുമില്ല. അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ പവേഴ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നാൽ അവൻ്റെ മെമ്മറീസിനെ എറേസ് ചെയ്തിട്ടില്ല. അവരത് മനഃപൂർവ്വം തന്നെയാണ് ചെയ്തത്. ഇക്കാര്യം എന്നാൽ നമ്മളുടെ മോട്ടാക്കാണെങ്കിൽ ഹനയുടെ അടുത്തും മിസ്സസ് ചായയുടെ അടുത്തൊന്നും പറയാൻ റെഡി ആവത്തില്ല. നമ്മുടെ മോട്ടാക്കാണെങ്കിൽ സോമിനെ കണ്ടിട്ട് പറയും നമുക്ക് നിന്റെ പേരൻസിനെ കൊന്നവരെ എന്തായിരുന്നാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, നീ അവരെ അങ്ങനെ നിസ്സാരമായിട്ട് മറക്കാൻ പാടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റിനെയാണ്. അവനാണെങ്കിൽ ആ മേയറും ടീമും ഇല്ലേ അവരെ വന്ന് കാണും. എന്നിട്ട് പറയും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന കാര്യം എനിക്കറിയാം, എൻ്റെ കയ്യിൽ ഒരുപാട് പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പവേഴ്സിനെയൊക്കെ അവിടെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങളെ ഞാൻ സഹായിക്കാൻ റെഡിയാണ്, പക്ഷേ നിങ്ങൾ ന്യൂസിൽ പറയണം ഞാനൊരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയേ എന്ന്. അങ്ങനെ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാൻ റെഡിയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ശത്രുക്കളെന്ന് പറയുന്ന അത്ര നിസ്സാരക്കാരൊന്നും അല്ല, അവരുടെ കയ്യിലും ഒരുപാട് പവേഴ്സ് ഉണ്ട്. എനിക്കും അതേപോലെ പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ആർമീനെ വേണം, ഞാൻ അതിനെ ബിൽഡ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈവിൾ സ്പിരിറ്റ് സംസാരിക്കും. ഇത് കേൾക്കുന്ന ആ മേയറിന് എല്ലാം ശരിയായിട്ട് തോന്നും. അയാൾ അതിനെല്ലാം സമ്മതിച്ചു കൊടുക്കും. അടുത്ത ദിവസം തന്നെ ന്യൂസിലാണെങ്കിൽ റിപ്പോർട്ട് വരും. അതായത് നമ്മുടെ ഈ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയി എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹനയ്ക്കും മിസ്സസ് ചായയ്ക്കും എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്, ഇത് യഥാർത്ഥത്തിൽ സത്യമൊന്നും അല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ അവൻ്റെ ആർമീനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അവനങ്ങനെ കുറച്ച് ഈവിൾ സ്പിരിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങും. എന്തിനാന്ന്
വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അൺക്യാനി കൗണ്ടേഴ്സിനെ നേരിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മുടെ സോമനെ വന്നിട്ട് ഇവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ഇവർക്കറിയത്തില്ലല്ലോ നമ്മുടെ സോമൻ ഇപ്പോൾ അൺക്യാനി കൗണ്ടർ അല്ല, അവൻ്റെ കയ്യിൽ പവേഴ്സ് ഇല്ല എന്ന്. അവരാണെങ്കിൽ സോമനെ പിടിച്ചുകൊണ്ട് വന്ന് നല്ലതുപോലെ അറ്റാക്ക് ചെയ്തിട്ട് ഇവൻ്റെ വീഡിയോ കോൾ വിളിച്ച് നമ്മുടെ ബാക്കിയുള്ള അൺക്യാനി കൗണ്ടേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തും. ഇവൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ ഹനയും മോട്ടാക്കും അതേപോലെ മിസ്സിസ് ചായും എല്ലാം അവിടെ എത്തും. ഇവിടെയായിട്ട് 2 ഈവിൾ സ്പിരിറ്റ് ചേർന്നിട്ട് നമ്മുടെ മിസ്സിസ് ചാനെയാണ് ആദ്യമേ തന്നെ തടഞ്ഞു വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം മിസ്സിസ് ചായ്ക്കാണ് ഹീലിംഗ് പവർ ഉള്ളത് എന്ന്. ഇവരെ തടഞ്ഞു വെച്ചാൽ മാത്രമല്ലേ ബാക്കിയുള്ളവരെ നമുക്ക് നല്ലതുപോലെ അറ്റാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയായിട്ട് മിസ്സിസ് ചായനെ അങ്ങനെ ഇവർ ലോക്കാക്കും. നമ്മുടെ ഈവിൾ സ്പിരിറ്റ് ആയിരുന്നാലും ഹനയെയും അതേപോലെ തന്നെ മോട്ടാക്കിനെയും നല്ലതുപോലെ ഇടിച്ച് നേരെയാക്കും. ഇവർക്കും ഇപ്പോൾ ഒട്ടും പവർ ഉണ്ടായിരുന്നില്ല. ഇവിടെയായിട്ട് നമ്മുടെ ആ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ അവിടെയുള്ള വേറൊരു ഈവിൾ സ്പിരിറ്റിന്റെ സോളിനെ തന്നെ കൺസ്യൂം ചെയ്തിട്ട് അവൻ ഭയങ്കര പവർഫുൾ ആവും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ സോമനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയും മോട്ടാക്കും എല്ലാം ഭയങ്കരമായിട്ട് അപകടം പറ്റി കിടക്കുമല്ലേ. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ നമ്മളുടെ വീഗനെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങൾ വേഗം തന്നെ എൻ്റെ ശരീരത്തിലോട്ട് വരണം, എനിക്ക് മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ള കൗണ്ടേഴ്സിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കും. ഇത് കാണുന്നതും പുറത്തു നിൽക്കുന്ന മേയറിനും അയാളുടെ കൂട്ടുകാരനും ഭയങ്കര സന്തോഷവും. അവർ വിചാരിക്കും ഇവരുടെ എല്ലാം കാര്യം കഴിഞ്ഞു എന്ന്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നമ്മളുടെ സോമനാണെങ്കിൽ ശക്തി തിരിച്ചു കിട്ടിയതായിരുന്നു. അവനിപ്പോൾ മുന്നത്തെക്കാട്ടിയും ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. അവൻ അങ്ങനെ വേഗം തന്നെ നമ്മളുടെ ഹനയെയും മൊട്ടാക്കിനെയും അതേപോലെ മിസ്സിസ് ചായനെയൊക്കെ രക്ഷിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് മിസ്സിസ് ചായനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലായിട്ട് അഡ്മിറ്റ് ആക്കും. അവരുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അങ്ങനെ കുറച്ച് ടൈം കഴിയുന്നതും അവരുടെ കണ്ടീഷനൊക്കെ നോർമലാവും. ഇതറിയുന്നത് എല്ലാവർക്കും സന്തോഷമാവും. ഇവിടെ നമ്മളുടെ വീഗനാണെങ്കിൽ വീണ്ടും നമ്മളുടെ സോമുനെ അൺക്യാനി കൗണ്ടറായിട്ട് പ്രഖ്യാപിക്കും. ഇതറിയുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ എല്ലാ അൺക്യാനി കൗണ്ടേഴ്സും കൂടി ചേർന്നിട്ട് നൂഡിൽ ഷോപ്പിലായിട്ടിരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നതാണ്. അവരെല്ലാവരും ഇപ്പം നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ മോട്ടാക്കിനാണെങ്കിൽ തലയ്ക്ക് നല്ലതുപോലെ അടി കിട്ടിയത് കൊണ്ട് തന്നെ അവന് പഴയ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവിടെ വെച്ചിട്ട് അവന് മനസ്സിലാവും, അതായത് നമ്മളുടെ ആ ഡിറ്റക്റ്റീവായിട്ടുള്ള കിമ്മില്ലേ, അത് വേറെ ആരുമല്ല അവൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയായിരുന്നു എന്ന്. അങ്ങനെ വേഗം തന്നെ നമ്മളുടെ മോട്ടാക്കാണെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. നമ്മുടെ മോട്ടാക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവനങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് എത്തുന്നതും കാണുന്ന കാഴ്ച അവനെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കും. എന്തുവാന്ന് വെച്ചാൽ നമ്മളുടെ ഡിറ്റക്റ്റീവ് കിമ്മിനെ ആരോ ഷൂട്ട് ചെയ്തിട്ട് അവരിപ്പോൾ മരിച്ചു കിടക്കുമായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ മോട്ടാക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അവരെ വേഗം തന്നെ ഹോസ്പിറ്റലായിട്ട് കൊണ്ടുവരും. എന്നാൽ അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ തന്നെ ആ മേയറാണ്. അയാൾക്കെതിരെയായിട്ട് ഇവരിപ്പോൾ കുറേ കേസുകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മളുടെ ഡിറ്റക്റ്റീവ് കിമ്മിനെ ഇപ്പോൾ ഇതേപോലെ കൊന്നു കളഞ്ഞത്. നമ്മളുടെ മോട്ടാക്കിനാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ അതേപോലെ തന്നെ നല്ല സങ്കടവും ഉണ്ട്. അവൻ്റെ ലവറിനെ ഒന്ന് ലാസ്റ്റായിട്ട് കാണുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവൾ മരിച്ചു പോയില്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ മോട്ടാക്കാണെങ്കിൽ ഇവളുടെ ഫ്യൂണറൽ ചടങ്ങിൽ ചെല്ലും. അവിടെ ചെല്ലുന്നതും അവിടെയായിട്ട് ഇവളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസറിനെ കാണുന്നേ ഇവൻ നല്ലതുപോലെ ദേഷിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സോമൻ വന്നിട്ട് ഇവൻ്റെ ദേഷ്യമൊക്കെ കൂളാക്കി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും, നമ്മൾ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മളിവിടെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തണോ എന്ന്. അങ്ങനെ ഇവരെല്ലാവരോട് ചേർന്നിട്ട് ആ മേയറിനെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അയാളുടെ പൈസയെല്ലാം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇവർ പ്ലാൻ ഇടും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ അൺക്യാനി കൗണ്ടേഴ്സിൻ്റെ കൂട്ടത്തിലായിട്ട് ഒരു തലമുടി നരച്ച ഒരാളില്ലേ, അയാൾ ഭയങ്കര റിച്ചാണ്. അയാളാണെങ്കിൽ ഇവരുടെ കൂടെ ചേരും. എന്നിട്ട് പറയും, ഓക്കെ ഞാൻ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സഹായം ചെയ്യാമെന്ന്. അങ്ങനെ ഇയാളാണെങ്കിൽ നമ്മുടെ മേയറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നത് തന്നെ, മേയർ ഇയാളുടെ ക്യാഷ് എല്ലാം എനിക്ക് തരുവാണെങ്കിൽ അതിനെ ഞാൻ ഡബിളായിട്ട് തിരിച്ചു തരാമെന്ന്. ഇവിടെ നമ്മുടെ മേയറിനാണെങ്കിൽ ഇലക്ഷൻ ജയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര അത്യാഗ്രഹിയായിട്ടുള്ള നമ്മുടെ ഈ മേയറാണെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് ഈ പൈസയെല്ലാം നമ്മുടെ അൺക്യാനി കൗണ്ടറായിട്ടുള്ള ആ ആളുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കും. ഇയാളാണെങ്കിൽ അതിനെ സേഫായിട്ട് തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് കാറിലോട്ട് കൊണ്ടുപോകുന്നതും ആ ഒരു സൈറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മളുടെ അൺക്യാനി കൗണ്ടേഴ്സ് ആയിട്ടുള്ള ബാക്കി എല്ലാവരും കൂടെ ആക്ട് ചെയ്തിട്ട് ആ പെട്ടീനെ അങ്ങ് എക്സ്ചേഞ്ച് ആക്കും. ഇവിടെ എല്ലാവർക്കും നല്ല നല്ല റോൾസ് ഉണ്ട്. നമ്മളുടെ മൂട്ടാക്കാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ മൈൻഡ് തിരിക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ കാറ്റഴിച്ചു വിട്ടിട്ട് അതിൻ്റെ പഞ്ചർ ഒട്ടിക്കാൻ എന്നുള്ള രീതിയിൽ അവിടെ വരും. അവരെല്ലാവരും അതിൽ ശ്രദ്ധിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ സോമനും ഹനയും അതേപോലെ മിസ്സിസ് ചായയും കൂടി ചേർന്നിട്ട് ആ പെട്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കും. അവസാനം നമ്മളുടെ മേയറിൻ്റെ കയ്യിലെത്തുന്ന പെട്ടി തുറന്നു നോക്കുമ്പോൾ എന്തുവാ, അതിലെല്ലാം വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു. ഇത് കാണുന്നതും മേയറിന് മനസ്സിലാവും, അതായത് അവനെ ചതിച്ചതാണ്, അവൻ്റെ ക്യാഷ് എല്ലാം ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന്. അതേസമയം തന്നെ വേറൊരു ഗുണ്ടേനെ കാണിക്കും. അയാളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിക്കകത്താണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സ്കെൽറ്റനായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അവസാനം നമ്മളുടെ ഹനയ്ക്കും മിസ്സിസ് ചായ്ക്കും എല്ലാം കിട്ടും. അവരങ്ങനെ ഇതിൻ്റെ DNA ടെസ്റ്റൊക്കെ നടത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെങ്കൊച്ചിൻ്റെ നഖത്തിൻ്റെ വിരലിൻ്റെ അടിയിലായി
ആയിട്ട് നമ്മളുടെ മേയറിന്റെ DNA പ്രൂഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലായിട്ട് നമ്മളുടെ മേയറിന് നല്ലൊരു പങ്കുണ്ട് എന്നല്ലേ. അങ്ങനെ അവസാനം ഈ പ്രൂഫ് എല്ലാം പോലീസിന്റെ കയ്യിലെത്തും. അവസാനം നമ്മളുടെ മേയറിനെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. മേയർ അവിടെ പറയുന്നത് തന്നെ ഇലക്ഷനൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും കൊടുക്കാൻ നോക്കുന്നതാണ്, ഇതിലൊന്നും യാതൊരു സത്യവും ഇല്ലെന്നാ പറയുന്നത്. എന്നാൽ ആരും അത് വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഈവിൾ സ്പിരിറ്റിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ശക്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഒരുപാട് ആൾക്കാരെ കൊന്നും അതേപോലെ അവരുടെ സോളൊക്കെ കൺസ്യൂം ചെയ്തും അവനിപ്പോൾ 4th ലെവലിലുള്ള ഈവിൾ സ്പിരിറ്റ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അവനെ തോപ്പിക്കാന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മളുടെ വീഗനാണെങ്കിൽ അൺകാനി കൗണ്ടേഴ്സിനെ എല്ലാം അവിടെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഇക്കാര്യമെല്ലാം പറയും. അവിടെ നമ്മളുടെ വീഗൻ പറയുന്നത് തന്നെ ഇനിയിപ്പോൾ 4th ലെവലിലുള്ള ഈവിൾ സ്പിരിറ്റിനെ പിടിക്കാന്ന് വെച്ചാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് നമ്മൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മളുടെ ടെറിട്ടറിനെ സമ്മോൺ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ 4th ലെവലിലുള്ള ഈവിൾ സ്പിരിറ്റിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് കേൾക്കുന്നതും എല്ലാവരും അതിന് സമ്മതിക്കും. ഇതെന്ന് വെച്ചാൽ അത്ര നിസ്സാര പണിയൊന്നും ആയിരുന്നില്ല. എല്ലാവരും അവരുടെ ജീവൻ പണയം വെച്ചിട്ട് വേണം ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളുടെ ഹനയും മിസ്സിസ് ചായും അതേപോലെ നമ്മുടെ പണക്കാരനായിട്ടുള്ള അൺകാനി കൗണ്ടറില്ലേ അതേപോലെ മോട്ടാക്കും എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ തടിയുടെ ഒരു സ്റ്റിക്കും ഉണ്ട്. അവരത് വെച്ചിട്ട് പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സോമനാണെങ്കിലും ടെറിട്ടറിനെ സമ്മോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്തിട്ടായിരുന്നാലും അവൻ്റെ അച്ഛനെയും അമ്മേനെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു ദിവസം വന്നെത്തും. ഇവിടെയായിട്ട് ഇവരെല്ലാവരും ഈ ഒരു സംഭവത്തിൽ ഏകദേശം ജയിച്ചു എന്നുള്ള സിറ്റുവേഷനിലെത്തും. അതായത് നമ്മുടെ മിസ്സസ് ചായും ഹനയും എല്ലാവരോട് ചേർന്നിട്ട് നല്ലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയായിട്ട് നമ്മളുടെ സോമനായിരുന്നാലും ടെറിട്ടറിനെ സമ്മോൺ ചെയ്ത് നമ്മുടെ ഈവിൾ സ്പിരിറ്റിനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവനെ പിടിച്ചു നിർത്തി അവനെ നല്ലതുപോലെ സമ്മോൺ ചെയ്തെടുക്കാൻ നോക്കുന്നതും പെട്ടെന്ന് തന്നെ ഒരു കൊച്ചു വന്നിട്ട് വേഗം തന്നെ നമ്മളുടെ സോമനെ വന്നങ്ങ് തടയും. ഈ പെങ്കൊച്ച് ഇവനെ വന്ന് തടയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈവിൾ സ്പിരിറ്റില്ലേ അവനൊരു അനാഥനാണ്. അവനാണെങ്കിൽ ലാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ഒരു അനാഥാലയത്തിലായിട്ടായിരുന്നു. അവിടെ വെച്ച് അവനൊരു പെങ്കൊച്ചിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ പെങ്കൊച്ച് നമ്മളുടെ ഈ ഈവിൾ സ്പിരിറ്റിനോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈവിൾ സ്പിരിറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോമനെ നോക്കിയിട്ട് പറയും, നിനക്കൊരു കാലത്തും നിന്റെ പേരൻസിനെ കാണാൻ പറ്റത്തില്ല, നിനക്കൊരിക്കലും അവരെ രക്ഷിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈവിൾ സ്പിരിറ്റ് വേഗം തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് സ്വന്തമായിട്ട് അങ്ങ് വെടിവെക്കും. ഇത് കാണുന്നേ നമ്മളുടെ സോമൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അവൻ അവിടെ കിടന്ന് അലറി വിളിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിൾ സ്പിരിറ്റ് സ്വന്തമായിട്ട് മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ദേഹത്തിലുള്ള ആ ആത്മാക്കളില്ലേ അതും അവൻ്റെ കൂടെ തന്നെ മരിച്ചു പോവും. അതിനെ ഒരിക്കലും നമുക്ക് സമ്മോൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇത് കാണുന്നത് നമ്മളുടെ സോമൻ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ വീഗനാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടും. എന്നിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് അവൻ 4th ലെവലിലുള്ള ഈവിൾ സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ വേറെ ആരുടെയെങ്കിലും ബോഡി തപ്പി നടക്കുമായിരിക്കും അവന് കയറാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മേയർ ആണെങ്കിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അയാളാണെങ്കിൽ അവിടെയായിട്ട് സ്വന്തമായിട്ട് ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ മേയർ ആവാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ നമ്മളുടെ ഈ മേയർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതും അയാളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കും. അവിടെയായിട്ട് നമ്മളുടെ ഈവിൾ സ്പിരിറ്റ് കാണാൻ വരും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മളുടെ മേയറുടെ ദേഹത്തായിട്ട് അങ്ങ് എൻ്റർ ആവും. എന്നിട്ട് പറയും, എനിക്ക് നിന്നിലൂടെ എല്ലാം അച്ചീവ് ചെയ്തെടുക്കണം എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മേയർ ആണെങ്കിൽ ഭയങ്കര വിയേർഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ക്രൂരനായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിൽ നമ്മളുടെ മേയറുടെ മോനാണെങ്കിൽ നല്ലതുപോലെ നോട്ടീസ് ചെയ്യും. അവനാണെങ്കിൽ നല്ലതുപോലെ ഡൗട്ടും ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛനാണെങ്കിൽ എന്തോ വലിയ ചേഞ്ചസ് ഉണ്ട് എന്ന്. ഇക്കാര്യം നമ്മളുടെ സോമനാണെങ്കിൽ ആക്സിഡൻ്റലി അറിയും. അതും ഈ മേയറുടെ മോൻ്റെ വായിന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ സോമനും മോട്ടാക്കും എല്ലാവരോട് ചേർന്നിട്ട് ഈ മേയറിന്റെ വീട്ടിലായിട്ട് വരും, ഈ ഈവിൾ സ്പിരിറ്റിനെ സമ്മോൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെയാണെങ്കിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മേയർ ആണെങ്കിൽ ഓൾറെഡി അവൻ്റെ ദേഹത്തുള്ള ആത്മാവില്ലേ, അതായത് ഈവിൾ സ്പിരിറ്റ്, അവനാണെങ്കിൽ അവൻ്റെ മോൻ്റെ ദേഹത്തോട്ട് കയറിയിട്ട് ആ മോനാണെങ്കിൽ ഓൾറെഡി നമ്മുടെ മിസ്സിസ് ചായനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. മിസ്സിസ് ചായ ആണെങ്കിൽ ഇപ്പോൾ അപകടത്തിലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോമനും മോട്ടാക്കും എല്ലാവരോടും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ മിസ്സിസ് ചായനെ എങ്ങനെയെങ്കിലും ആ ഒരു ഈവിൾ സ്പിരിറ്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കും. ഇവിടെയായിട്ട് ഒരിക്കൽ കൂടി നമ്മളുടെ സോമൻ്റെയൊക്കെ ഈവിൾ സ്പിരിറ്റിനെ സമ്മോൺ ചെയ്യുന്ന പദ്ധതിയാണെങ്കിൽ ഫെയിലായി പോയിട്ടുണ്ടായിരുന്നു. അവസാനം അവരാണെങ്കിൽ വീണ്ടും ഒരു പ്ലാൻ കൂടി തയ്യാറാക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ മേയറിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ സോമനാണെങ്കിൽ ഏകദേശം ആ മേയറിന്റെ ദേഹത്ത് നിന്ന് ഈവിൾ
ഈവിൾ സ്പിരിറ്റിനെ സമ്മോൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കാൻ നേരത്ത് മേയർ ആണെങ്കിൽ നമ്മളുടെ സോമിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കിപ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് വേണുന്നത്? മരിച്ചു പോയ നിന്റെ പേരൻസിനെയാണോ അതോ ഇപ്പോഴും ജീവനോടിരിക്കുന്ന നിന്റെ ഗ്രാൻഡ് പേരൻസിനെയാണോ എന്ന്. ഓൾറെഡി നമ്മുടെ മേയർ ആണെങ്കിൽ നമ്മുടെ സോമിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ അപകടത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതറിയുന്നത് നമ്മളുടെ ഹനയും മോട്ടാക്കൂടി ചേർന്ന് അവരെ രക്ഷിക്കാൻ നോക്കും. അവിടെയായിട്ട് നമ്മളുടെ സോമിൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ കാറിലായിട്ട് സ്റ്റക്കായി കിടക്കുമായിരുന്നു. അവരെയാണെങ്കിൽ ഇടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ടിപ്പർ പോലത്തെ സംഭവം വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ മോട്ടാക്കും ഹനയും കൂടി ചേർന്നിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവരുടെ പവേഴ്സ് എല്ലാം എടുത്തിട്ടാണ് എങ്ങനെയെങ്കിലും ആ ഒരു കാറിനെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്. അവസാനം നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ സോമിനെ ആയിരുന്നാലും ആ ഈവിൾ സ്പിരിറ്റ് നല്ലതുപോലെ ട്രിക്ക് ചെയ്യാൻ നോക്കും, അതും അവൻ്റെ പേരൻസിൻ്റെ രൂപത്തിലായിട്ടൊക്കെ വന്നിട്ട്. എങ്കിലും നമ്മുടെ സോമനാണെങ്കിൽ അതിലൊന്നും വീഴാൻ റെഡി ആയിരുന്നില്ല. അവസാനം അവൻ ആ മേയറുടെ ദേഹത്ത് നിന്ന് ആ ഈവിൾ സ്പിരിറ്റിനെ സമ്മോൺ ചെയ്തെടുക്കും. പിന്നീട് കാണിക്കുന്ന ഈ ടെറിട്ടറിയിലായിട്ട് നമ്മളുടെ ഈവിൾ സ്പിരിറ്റ് നിൽക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ വീഗനും സോമനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ ഈവിൾ സ്പിരിറ്റ് പറയാൻ തുടങ്ങും, നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. എങ്കിലും ഇതൊന്നും നമ്മളുടെ സോമന് അത്ര മൈൻഡ് ആക്കത്തില്ല. നമ്മുടെ ഈവിൾ സ്പിരിറ്റിനാണെങ്കിൽ നല്ലതുപോലെ പണിഷ്മെന്റ് കിട്ടിയാൽ അവൻ ഹെല്ലിലോട്ടായിട്ട് പോകും. ഇവിടെ നമ്മളുടെ സോമനാണെങ്കിൽ അവൻ്റെ പേരൻസിനെ മീറ്റ് ചെയ്യും. അവൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരൻസിനായിരുന്നാലും ഒരുപാട് സന്തോഷമാവും. അവർ എത്ര കാലത്തിന് ശേഷമാണ് അവരുടെ മോനെ കാണുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ വീഗനായിരുന്നാലും ഒരുപാട് സന്തോഷം. അവരാണെങ്കിൽ നമ്മളുടെ സോമിൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കാണവല്ലേ 4th ലെവലിലുള്ള ഒരു ഈവിൾ സ്പിരിറ്റിനെ അവർക്കിപ്പോൾ പിടിക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ബാക്കിയുള്ള അൺകാനി കൗണ്ടേഴ്സിലെ അവർക്കായിരുന്നാലും അവരുടെ ടീംമേറ്റിനെ കാണാൻ പറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ ആ ടീംമേറ്റിൻ്റെ സോളിനെ ക്യാപ്ചർ ചെയ്ത് വെച്ചത് നമ്മളുടെ ഈ ഈവിൾ സ്പിരിറ്റ് തന്നെ ആയിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാക്കിയുള്ള അൺകാനി കൗണ്ടേഴ്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളിനെ കാണാൻ പറ്റിയതിൽ അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങും. അതായത് അവർ ഇനിയും ഈവിൾ സ്പിരിറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മളുടെ അൺകാനി കൗണ്ടറിൻ്റെ സീസൺ 1 ഇവിടെ അവസാനിക്കുന്നത്. ഇതിനൊരു സീസൺ 2 ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളുടെ ചാനലായിട്ട് അതിൻ്റെ സീസൺ 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സീസൺ 1 തന്നെയാണ്. ഇതിലെൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഹനയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ക്യൂട്ടുമാണ്, എന്നാൽ ഭയങ്കര ബോസിയുമാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ സീരീസുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.